അതേ കണ്ടോ വെള്ളം തെറിച്ച് വീണ് അവിടെ ഐസായിട്ട് കിടക്കുന്നുണ്ടോ. പൈപ്പിൽ നിന്ന് തെറിക്കുന്ന വെള്ളമാണ്. ഞങ്ങൾ രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പൈപ്പിലെ വെള്ളമൊക്കെ ഐസായിപ്പോയി. വെള്ളം തറയെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ ഐസ് കട്ടയാവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലെ രാത്രി -10 വെളുപ്പം കാലമൊക്കെ ആയപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് -14 അടുപ്പിച്ചായി. -14 തന്നെ. അപ്പോൾ കിടക്കാച്ച് തണുപ്പ്. അയ്യോ ആണ്ടവാ ആണ്ടവാ. റിവിന് പകുതി എത്തി. ഇപ്പോഴും കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അതാണ് വഴിയെന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ദൂരം ഇവിടെ തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴെ പോകും. പൂര മുഴുവൻ തബോ ആണ് ഈ കാണുന്നത്. തബോ ഗ്രാമം കണ്ടോ. താഴെ കാണുന്ന തബോ. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പട്ടികളുണ്ടോ? ഒന്നും ചെയ്യില്ല കേട്ടോ. ഭയങ്കര പാത്തന. എന്നെപ്പോലെ പാത്തന. ആരെയൊന്നും ചെയ്യില്ല. ഒന്ന് കുറയ്ക്കത്ത് കൂടിയില്ല. നോക്കി എന്ത് നിഷ്കളം കാണലിൻ്റെ മുഖം. ഓക്കെ, വഴി കാണിച്ചു തരാൻ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ശാന്തനാണ്. ഞാൻ കൂടെ ഉണ്ട്, ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എത്തിയിട്ട് വരുന്നുണ്ടോ, ഇതാണ് വഴി കേട്ടോ, എൻ്റെ പിന്നാലെ വരണം എന്നുള്ള മട്ടിൽ പുള്ളിക്കാരൻ അവിടെ എത്തി തിരിഞ്ഞു നോക്കും. അപ്പോൾ തബോ ഗുഹകൾ ലാഹോർ സ്പിതി വാലിയിലാണ് നമ്മൾ ഇപ്പോൾ മൊണാസ്ട്രിയിൽ കയറി നമ്മളിപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. 1000 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ പുരാതന ടാബോ മൊണാസ്ട്രിക്ക് തൊട്ട് മുകളിലായിട്ടാണ് ഈ മനോഹരമായ തബോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹിമാലയത്തിലെ കഠിനമായ ശൈത്യകാലത്ത് സന്യാസിമാരുടെ വാസസ്ഥലമായി വർത്തിച്ചിരുന്ന ഒരുപാട് നിരവധി ഗുഹകളാൽ ഈ ഒരു പുരാതന ആശ്രമം അറിയപ്പെടുന്നു. ടാബോ ഗുഹകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗംഭീരമായ ഗുഹകളിൽ സന്യാസിമാർ കൃത്യമായിട്ട് പിന്നെ അവരെ ഇരിക്കാൻ കണക്കാക്കി എന്താ പറയുക കുഴിച്ചൊക്കെ എടുത്തിട്ടുള്ള തുടക്കത്തിലൊരു അസംബ്ലി ഹാളായിട്ടൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. പിന്നീട് ഇവരത് ഗുഹകൾ ഇവരുടെ പ്രാർത്ഥനാലയമായിട്ട് മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ വളരെ വളരെ പഴക്കമുള്ളതാണ് ഈ ഒരു ഗുഹ കേട്ടോ. സ്പിതി താഴ്വരയിൽ നിരവധി ഗുഹകളുണ്ട്. എന്നാൽ അത്തരം ഗുഹകൾ നിർമ്മിക്കുന്ന പാരമ്പര്യം എപ്പോൾ ആരാണ് ആരംഭിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല. സ്പിതിയിൽ ശീതകാലം വളരെ കഠിനമായതിനാൽ പലരും വാസസ്ഥലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഗുഹകളാണ്. ചില സമയങ്ങളിൽ ഈ ഗുഹകളിൽ ഇപ്പോഴും സന്യാസിമാർ ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ധ്യാനത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുകളിൽ ഒരു പതാക, ഒരു കൊടി അവർ വച്ചിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന ആൾക്കാർക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ അകത്ത് സന്യാസിമാരുണ്ട്, ധ്യാനത്തിലാണ് എന്ന് മനസ്സിലാക്കി അവർ ശല്യം ചെയ്യാതെ അങ്ങോട്ട് പോകാതെ അവർ മറ്റുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരികെ പോകാറാണ് പതിവ്. അതുപോലെ തന്നെ ഞാനിവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ പല ഗുഹകളും ഗ്രാമത്തിലുള്ള ആൾക്കാർ ടോയ്ലറ്റുകളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചിലത് ബാക്കിയിലേറെ അവരെ സംരക്ഷിക്കുന്നുമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഇപ്പോഴും ചില പെയിൻറ്റിങ്ങുകൾ അവശേഷിക്കുന്നുണ്ട് കേട്ടോ. താപോ ഗുഹകളുടെ ഘടന എന്ന് പറയുന്നത് ചില ഗുഹകൾ സാമാന്യം നന്നായി വികസിപ്പിച്ചവയാണ് കേട്ടോ. സാമാന്യം അത്യാവശ്യം വലുതായിട്ടുള്ളവയാണ്. ഗുഹകളുടെ ചുവരുകളും തറയും മിനുസമാർന്നതും എന്നാൽ അലങ്കാരമൊന്നുമില്ലാത്തതുമായിട്ടാണ് കാണാവുന്നത്. ഗുഹകളുടെ പ്രവേശന കവാടം ഇടുങ്ങിയതും ചിലത് ചെറിയ മുറികളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അതുപോലെ ഓരോ ഗുഹയുടെ സൈഡിലും മുകളിലായിട്ട് ഓരോരോ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് അകത്തേക്ക് പ്രകാശം വരാനായിട്ടുള്ള ഒരു ദ്വാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഠിനമായ തണുപ്പത്ത് ചൂട് നിലനിർത്താനായിട്ട് ഗുഹയ്ക്കുള്ളിൽ അവർ തീ കത്തിക്കുമ്പോൾ പുക പുറത്തേക്ക് പോകാനും കൂടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ദ്വാരട്ടേക്കുന്നത്. ഈ ഒരു ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ വളരെ ശാന്തമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വളരെ ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒന്നിലധികം മുറികളുണ്ട്. ചിലതിൽ ഓരോ ഹാള് മാത്രമേ ഉണ്ടാവുള്ളൂ. മോളുടെ കയറി നോക്കാം അല്ലേ? എന്തായാലും നമുക്ക് കയറി നോക്കാം.
ഞാൻ ഇത്രയും ദൂരം ഓക്സിജൻ പോലും ഇല്ലാതെ വലിച്ച് പട്ടി ഇടയ്ക്ക് പോലെ വന്നിട്ട് കയറലെന്ന് പറഞ്ഞാൽ അത് എന്ത് മര്യാദയാണ്. ഞാൻ വരും. ഗുഹ പക്ഷെ വലിയ ഗുഹ അപ്പുറത്തായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് ആശാൻ പറഞ്ഞത്. മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് പണ്ട് ഈ ഒരു ഗുഹയ്ക്കകത്താണ് ആൾക്കാർ താമസിച്ചിരുന്നത് കേട്ടോ. നമ്മളവിടെ കണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ ചെറിയ ഗുഹകൾ അപ്പുറത്തൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പോയി ചെന്ന് നോക്കാം. ഇതുപോലെ തന്നെയാണ് സെയിം. ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങാൻ വിചാരിച്ചു, കാരണം ഓക്സിജൻ ലെവൽ ഭയങ്കര. പിന്നെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ധാരയായിട്ട്. അവിടെ പോകാം. മുന്നേ പോകുന്നില്ലേ പറയുന്നത്, അതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അത് എന്ത് പറയുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രത്യേക തരമാണ് ക്യാരക്ടർ. ശരിയെന്നാ. കിന്നൂർ ആപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടത്തില്ലേ, ആ ആപ്പിൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഇതുണ്ടോ, ഞാനിത് കാണിക്കാൻ വേണ്ടി വിളിച്ചത്. ഐസ്, വെള്ളം ഒഴുകി വരുന്ന ആ ഓടയിലെ വെള്ളം ഐസായിട്ട് കിടക്കാണ്. ഉണ്ടോ, അത് കുറേ മെൽറ്റായിട്ടുണ്ട്, വെയിലടിച്ചിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഐസോ. അപ്പോൾ നമ്മൾ നാളെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരുന്നാണ് അവിടെ. ഇന്ന് നമ്മൾ പോകുന്നില്ല, ആ പ്ലാൻ ചേഞ്ച് ചെയ്തു. ആപ്പിൾ ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരിത് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. അതുകൊണ്ടോ ഇവിടെ നിന്ന് ആൾക്കാർ കളക്ട് ചെയ്ത്, ഇവിടെ മൊത്തം ആപ്പിൾ കൃഷിയാണ്, ഇതെല്ലാം കളക്ട് ചെയ്ത് അവർ പാക്ക് ചെയ്ത് അങ്ങ് കേരളത്തിന് ഇവിടെ എല്ലാത്തോട്ടും കൊണ്ടുവെത്തിക്കും. പുള്ളിക്കാർ നോക്കുന്നുണ്ടോ, ഇത് എന്ത് സംഭവമാണ്, എന്ത് പുഷ്പമുണ്ടോ മുറ്റുണ്ടോ. ഇന്നലെ ഞാൻ നേരെ തറയിൽ നോക്കി പോയില്ലെങ്കിൽ പറയുന്നില്ല. ഇതാണോ, ഇതേതാ, എൻ്റെ സൈഡിലും മുഴുവൻ കേട്ടോ. തറയിൽ നോക്കി പോയി തലയിൽ മുറ്റുന്നുണ്ട്. ചങ്കോ ഗോൾഡ്, അത് കിന്നൂർ. ഇത് രണ്ടും രണ്ട് കമ്പനിയുടെ ആയിരിക്കും. ആപ്പിളെല്ലാം ഒന്ന് തന്നെയാണ്, കമ്പനിയുടെ പേര് മാത്രം മാറ്റാം. കിന്നൂർ ആപ്പിൾ അത് വേറെ. അപ്പിടുന്നു രസമുണ്ടല്ലേ കാണാൻ. ഹായ്, പേടിച്ചു വിടുന്നത്. ഓക്കെ, എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നത്, മിക്കവാറും അത് തന്നെ എടുത്ത് കടിക്കും. ഓയ് ഓയ് ഓയ്, ഓ വാലാട്ടുന്നുണ്ട്. ഇവിടെ നീ ആയിരുന്നു അവിടെ, എനിക്ക് മനസ്സിലായില്ലടാ നിന്നെ. അയ്യോ, അപ്പം നീ ഡാ അല്ല ഡി ആണല്ലേ, ശരിയല്ല.